സമൂഹം ചെയ്യേണ്ട കാര്യം വ്യക്തിയുടെ തലത്തിൽ ചെയ്യണം, സമൂഹത്തിൻ്റെ തലത്തിൽ ചെയ്യണം, ഭരണകൂടത്തിൻ്റെ തലത്തിൽ ചെയ്യണം. 3 തരത്തിലാണ് ചെയ്യേണ്ടത്. വ്യക്തികളുടെ തലത്തിൽ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കാം, ചില കാര്യങ്ങൾ വേണമെന്ന് വെക്കാം. ഇപ്പം നമുക്ക് നമ്മുടെ മുന്നിൽ അറിവുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ അറിവുകൾ വെച്ച് ഏത് വേണമെന്നുള്ള നമ്മൾ തീരുമാനിക്കാം. എന്ത് കഴിക്കണം, എന്ത് കഴിക്കണ്ട എന്ന തീരുമാനങ്ങളുടെ അവകാശം, ചോയ്സ് നമ്മുടേതാണ്. അപ്പോൾ അറിവ് കൊടുക്കുമ്പോൾ ഈ സാധനം കഴിച്ചാൽ എനിക്ക് പ്രശ്നമുണ്ട്, അത് കഴിക്കരുത്. അപ്പോൾ വ്യക്തിയുടെ തലത്തിലാണ്. വ്യായാമം ചെയ്യേണ്ട ആവശ്യമാണ്. അത് ആർക്കും വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ്. എൻ്റെ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ ഒരു ദിവസമേ ജീവിച്ചുണ്ടെങ്കിലും ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള ബോധ്യത്തോടു കൂടി ശരിക്കും പറഞ്ഞാൽ വെള്ളമടിച്ച് ബോധമില്ലാതെ വെള്ളം കിടക്കുകയാണോ എന്നുള്ളത് അരമണിക്കൂർ എക്സസൈസ് ചെയ്യുകയാണെന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആരാ? അവനവനാണ്, വ്യക്തിയാണ്. സമൂഹത്തിനെ സംബന്ധിച്ച് പറയുകയാണ്, സമൂഹത്തിനെ ശരിക്കും വേറെ തരത്തിൽ നമ്മൾ ക്യാൻസർ മാറിയവരോട് നമ്മൾ ചോദിച്ചു. നേരത്തെ പറഞ്ഞ ചില ആൾക്കാർ ക്യാൻസറാണെന്ന് പറയരുതെന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സമൂഹം വരെ സൈലൈൻ ചെയ്ത് നിർത്തും, സഹതപിച്ച് മാറ്റി നിർത്തും. അതുകൊണ്ട് ആ സഹതാപം വേണ്ട. അത്തരത്തിലുള്ള സഹതാപവും അങ്ങനെ ഒരു പാർശ്വവൽക്കരണവും അവരിഷ്ടപ്പെടാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ തുടര് നഷ്ടപ്പെടുത്താം, ക്യാൻസർ പേഷ്യൻ്റ് കൊടുക്കേണ്ട തൊഴിൽ എന്ന് പറയും. അങ്ങനെ പലതരത്തിൽ സമൂഹത്തെ അവഗണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ കാര്യം? ക്യാൻസർ മാറിയവർ, അവരെ നമ്മൾ കുറ്റം പറയും. ക്യാൻസർ മാറിയവർ എന്തുകൊണ്ട് ക്യാൻസർ ആയിരുന്നു, എനിക്കൊരിക്കൽ ക്യാൻസർ ഉണ്ടായിരുന്നു എന്ന് പറയാത്തതിൻ്റെ കാര്യം എന്താ? ഈ അവഗണന കൊണ്ടാണ്, അവരെ കുറ്റപ്പെടുത്തുന്നതാണ്. ഇപ്പം അമേരിക്കയിലേക്ക് ഒരു ദിവസം പിങ്ക് ഡേ എന്ന് പറഞ്ഞ ദിവസമുണ്ട്. ക്യാൻസർ മാറിയവർ പിങ്ക് നിറത്തിലുള്ള ടീഷർട്ട് ഇട്ടുകൊണ്ട് റാലി നടത്തുക, വലിയ ആഘോഷമാണ്. അവിടെയെല്ലാം നമ്മുടെ വീഥികളുടെ 2 ചുറ്റും ആൾക്കാർ നിന്ന് അവരെ ഗ്രീറ്റ് ചെയ്യാണ്. അവർ ക്യാൻസർ മാറിയ ഒരാളാണ് ഞാൻ പറഞ്ഞ് എഴുന്നേറ്റിടുന്ന അവരെ നമസ്കരിക്കുന്ന, അവരെ നമസ്തേ പറയുന്ന തരത്തിലേക്കുള്ള, അവർ ആദരിക്കുന്ന തരത്തിലേക്കുള്ള മനോഭാവം അവർക്കുണ്ട്. ഒരു പോരാളിയാണ് വന്നിരിക്കുന്നത്. ക്യാൻസർ എന്ന് പറയുന്ന വലിയ രോഗത്തോട് യുദ്ധം ചെയ്ത് പടവെട്ടി വന്നിട്ടുള്ള പോരാളിയാണ് ഇദ്ദേഹം, നമസ്കരിക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. അവരെ കുറ്റപ്പെടുത്തുകയല്ല. ഇവിടെ അങ്ങനെ അല്ലല്ലോ. ഇവിടെ ക്യാൻസർ വന്നു കഴിഞ്ഞൊരാൾ മാറിക്കഴിഞ്ഞാൽ പിന്നെന്തെല്ലാം പറയുന്നു. അതുകൊണ്ട് എന്താണെന്നറിയാവോ, എനിക്കൊരിക്കൽ ക്യാൻസർ വന്നിട്ടുണ്ടെന്ന് പറയുന്നില്ല. ഒത്ര പേരെനിക്കറിയാം, നിങ്ങൾക്കറിയാവുന്ന പലരും, നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുടെ തന്നെ പലരും ഉണ്ട്. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ പറയില്ല. അവർ പറയാത്തതിൻ്റെ കാര്യം എന്താ? അവരെ അവഗണിച്ചും ഒറ്റപ്പെടുത്തിയും സഹതപിച്ചും ഇല്ലായ്മ ചെയ്യും. അത് വേണ്ട. അവർ ശരിക്കും പറഞ്ഞാൽ അവരെ ബഹുമാനിക്കേണ്ട തരത്തിലേക്ക്, ക്യാൻസർ രോഗിയായിട്ടുള്ള ക്യാൻസറിനെ അതിജീവിച്ചു വന്ന ഒരാളെ ബഹുമാനിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് മാറുമ്പോൾ, എനിക്കും ക്യാൻസർ ഉണ്ടായിരുന്നു അഭിമാനത്തോട് പറയും. അപ്പോഴെന്താ, ഇത് വലിയ ഗുണം ചെയ്യുന്ന എങ്ങനെ? മറ്റ് രോഗികൾ ഗുണം ചെയ്യും. ഇപ്പോഴും സിനിമയിൽ പ്രമേയമായിട്ട് മാറി നിൽക്കുക ഇപ്പോഴും ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പോഴും വന്നാൽ മരിച്ചു പോകുമെന്ന് വിചാരിച്ചിരിക്കുന്നവരെല്ലാവരും. അങ്ങനെയല്ല. ഒരു 60% പേര് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. 60-65% നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴും. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കുറച്ച് പേര് ഏത് രോഗം വന്നാലും കുറച്ച് പേര് മരിച്ചു പോകും. അതുപോലെ ക്യാൻസറിന് മരണം ഉണ്ടാകും. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോഴും മരണത്തിൻ്റെ വ്യാപാരിയാണ് ക്യാൻസർ എന്ന് പറയുന്നതിന് കാര്യം എന്താ? ഈ രോഗം മാറിയവർ സമൂഹത്തോട് പറയുന്നില്ല എനിക്ക് രോഗം ഒരിക്കൽ എനിക്ക് രോഗം ഉണ്ടായിരുന്ന ആളാണ് ഞാനെന്ന് പറയുന്നില്ല. അത് കാരണം സമൂഹം വരെ സൈഡ് ലൈൻ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ സമൂഹം ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഭരണകൂടത്തിൻ്റെ തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഭക്ഷണത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഭക്ഷണം നമുക്കറിയാം. നമുക്കിപ്പോൾ നമ്മൾ നേരത്തെ ജങ്ക് ഫുഡ് കഴിക്കരുതെന്ന് പറയും. നമ്മൾ തട്ടുകടയിൽ പോയി നമുക്ക് എന്ത് കിട്ടും? നമുക്കവിടെ ഉള്ളതല്ലേ കഴിക്കാൻ പറ്റൂ. നമ്മൾ ഏതെങ്കിലും ഒരു ഭക്ഷണശാലയിൽ പോയാൽ, നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻറ്റാണ്, ഒരു ഡയബറ്റിക് പേഷ്യൻ്റായ ഒരാൾ നിങ്ങൾ പുറത്തേക്ക് നിങ്ങൾക്ക് എന്ത് ഭക്ഷണം കിട്ടും? മധുരം ഏത് ചായ മാത്രം കിട്ടും, വേറെ എന്ത് കിട്ടും? എല്ലാം ആൻറ്റി ഡയബറ്റിക് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ ഡയബറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഭക്ഷണങ്ങളാണ്. അപ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റുമോ? കഴിക്കണം. അപ്പോഴേ ഈ ഹെൽത്തി ഫുഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സർക്കാർ തലത്തിൽ തന്നെ പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ ഒരു തട്ടുകട തുടങ്ങും. നിങ്ങൾ എന്ത് തുടങ്ങിക്കുമോ? തട്ടുകട തുടങ്ങും. നിങ്ങൾ അവിടെ പൊറോട്ട വിൽക്കണ്ടെന്നോ മറ്റ് ചിക്കൻ വിൽക്കണ്ടെന്നോ അല്ലെങ്കിൽ ബീഫ് വിൽക്കണ്ടെന്നോ പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു 20-30% മറ്റ് ഭക്ഷണങ്ങൾ ഉണ്ടായിരിക്കണം അവിടെ. ഒരു പയർ പിടിക്കുന്നത് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സാലഡ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജങ്ക് ഫുഡ് അല്ലാത്ത തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ള നിബന്ധന വെക്കാമല്ലോ. അപ്പോൾ അവർ പറയാം മാർക്കറ്റ് കിട്ടുക. അങ്ങനെയല്ല, മാർക്കറ്റൊക്കെ ഉണ്ടാവും. ഇതില്ലാത്തതുകൊണ്ട് ആൾക്കാർ മറ്റേ കഴിക്കുന്നത്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ 30-35% ഡയബറ്റിക് പേഷ്യൻ്റാണ്. നല്ലൊരു ശതമാനം മറ്റ് കാർഡിയാക് പ്രൊഫഷനുള്ളവരുണ്ട്, ക്യാൻസർ പേഷ്യൻ്റ്. ഇവർക്കെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളവർക്കുള്ള ഭക്ഷണം കിട്ടാനുള്ള മാർഗ്ഗമില്ല. അപ്പോൾ റെഗുലേഷൻ കൊണ്ടുവരണം.
നിങ്ങൾ ബോധവൽക്കരണം കൊണ്ട് മാത്രം നാളെ തട്ടുകടക്കാരൻ അങ്ങനെ സ്വന്തം അല്ലെങ്കിൽ മറ്റ് ഹോട്ടലുകാർ സ്വന്തമായിട്ട് ചെയ്യുന്ന വിചാരിക്കേണ്ട. കാരണം ലാഭമാണ്, നമ്മൾ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഒരു വ്യവസായം തുടങ്ങുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ലാഭമാണ്. അപ്പോൾ ലാഭം ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ ലാഭം കിട്ടാൻ എല്ലാവരും നോക്കും. പക്ഷേ ഇത് വിറ്റ് പോകുന്ന സാധനമാണെന്ന് ബോധ്യം വന്ന് അവരും വിൽക്കും. അപ്പോൾ അതിനുവേണ്ടി ആദ്യം മാൻഡേറ്റ് പുകവലി വലിയ പ്രശ്നമായിരുന്നല്ലോ നേരത്തെ പൊതുസ്ഥലങ്ങളിൽ. നമ്മൾ തന്നെ എന്തുമാത്രം ബസ്സിൽ വരക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്രശ്നമില്ലല്ലോ. എത്രയോ ബോധവൽക്കരണം നടത്തി എത്ര കാലം. ഒരു ഓർഡർ വന്നപ്പോൾ നിന്നില്ലേ? നിയമപരമായിട്ട് ചില കാര്യങ്ങളൊന്നും നിരോധിച്ചാൽ നിൽക്കും, സംശയമില്ലാത്ത കാര്യം. അന്ന് പറഞ്ഞ പോലെ നിയമപരമായിട്ട് ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, മാൻഡേറ്ററി ആയിരിക്കണം എന്ന് പറഞ്ഞ് ഹെൽത്ത് മറ്റ് വികസിത രാജ്യങ്ങളൊന്നും സാലഡ് ബാറുകളുണ്ട് ഇഷ്ടം പോലെ. ഇവിടെ സാലഡ് ബാർ കിട്ടുമോ നിങ്ങൾക്ക്? നിങ്ങളൊരു സാലഡ് ആയിരിക്കും എവിടെ പോകണം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാലഡ് എന്ന് പറഞ്ഞാൽ കുറേ വെള്ളരിക്കയും കുറേ സവാളയെ അരിഞ്ഞ് കുറേ പച്ചവളം കീറിട്ട് തരുന്നതല്ലല്ലോ. അത് മാത്രമല്ല സാലഡ്, എത്രയോ തരത്തിലുള്ള സാലഡുകളുണ്ട്. അപ്പോൾ ഹെൽത്തി ഫുഡാണത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, വെജിറ്റബിൾ റിച്ച് ആയിട്ടുള്ള, ഫ്രൂട്ട് റിച്ച് ആയിട്ടുള്ള ധാന്യങ്ങളുടെ നല്ല ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവുള്ള ധാന്യങ്ങളൊക്കെയുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ലഭ്യമാകാൻ സാധിക്കണം. അത് മാൻഡേറ്ററി ആവണം. അത് സർക്കാർ വിചാരിക്കണം. അതുപോലെ പരിസ്ഥിതിയെ സംബന്ധിച്ചൊരു കാര്യം, പരിസ്ഥിതി ക്യാൻസറുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്കറിയാം. ഇപ്പം ഗ്രീൻ ഹൗസ് എഫക്റ്റൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇപ്പം 50 കാറ് പോകുന്ന സ്ഥലത്ത് ഒരു ബസ് മതി നമുക്ക് പോകാൻ, അല്ലേ? 50 പേരാണ് 50 കാറുകൾ യാത്ര ചെയ്യുന്നത്. നമ്മളത് ആലോചിച്ച് നോക്കൂ. അതിനാവശ്യമായിട്ടുള്ള ഫോസിൽ ഫ്യൂവൽ എന്തുമാത്രം എരിയുന്നു, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്, റോഡിലെ ഗതാഗതക്കുരുക്ക് എന്താണ്, മറ്റു തരത്തിലുള്ള ഇഷ്യൂസ് എല്ലാം ഉണ്ട്. പക്ഷെ ഒരു ബസ് മതി. എന്താ ആൾക്കാർ കാർ എടുക്കുന്നത്? പൊങ്ങച്ചത്തിന് വേണ്ടി കാർ എടുക്കുന്നൊരു കുറച്ച് പേര് കാണും. ഓക്കെ, ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി വലിയ വണ്ടിയാണെന്ന് കാണിക്കാൻ കുറച്ച് പേരുണ്ടാവും, ഒരു 10-15%. മറ്റുള്ളവർ കാർ എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സമയത്തിന് അവർക്ക് യാത്ര ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. സമയത്തിന് അവരുടെ ഡെസ്റ്റിനേഷൻ എത്താൻ കഴിയാത്തതുകൊണ്ടാണ് അവരുടെ സ്വന്തം വാഹനം എടുക്കുന്നത്. അതല്ല, സമയത്തിന് പൊതുവാഹനത്തിൽ ഡെസ്റ്റിനേഷൻ എത്താൻ കഴിയുന്ന സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരതിലേ പോവുള്ളൂ.